അള്ളാഹുവാണോ നമ്മെ സൃഷ്ടിച്ചത് എന്ന് നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. സ്വന്തം ശരീരത്തെ അറിഞ്ഞവൻ സൃഷ്ടാവിനെ അറിയുന്നു. വിശുദ്ധ ഖുർആനിലെ 80-ാം അധ്യായത്തിലെ 19-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. നിങ്ങളെ ഒരു കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. പുരുഷൻ ശ്രവിക്കുന്ന കോടിക്കണക്കിന് ബീജങ്ങൾ അണ്ഡത്തിന്റെ നേരെ കുതിക്കുകയാണ്. ആരാണ് ഈ ബീജങ്ങൾക്ക് ഈ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്? ഇതിലൊരു ബീജം മാത്രം അണ്ഡത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അണ്ഡം അതിന്റെ പുറന്തോട് ശക്തിപ്പെടുത്തുന്നു. ആരാണ് ഈ അണ്ഡത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്? ബീജവും അണ്ഡവും കൂടിച്ചേർന്ന സിക്താണ്ഡം സൈഗോട്ട് വിഭജിച്ച് അടിസ്ഥാന കോശങ്ങൾ ഉണ്ടാകുന്നു. ഈ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങൾക്കും രൂപം നൽകുന്നത്. ഉദാഹരണത്തിന്, മസ്തിഷ്കത്തിന് ആവശ്യമായ ഉണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ന്യൂറോണും കരളുണ്ടാകാനുള്ള ടിഷ്യൂകളുടെയും ഘടനയിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇവയിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമുണ്ട്. DNA-യും മാർഗനിർദ്ദേശം ആയിട്ടുള്ള ജീനുകളും അതിൽ അടങ്ങിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഹൃദയമുണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന കോശത്തിൽ കരളും റക്കയും മറ്റു അവയവങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ആ നിർദ്ദേശങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയും ഹൃദയമുണ്ടാകാൻ ആവശ്യമായ നിർദ്ദേശം മാത്രം ഉണർന്നിരിക്കുന്നത് കൊണ്ട് അത് ഹൃദയമായി തീരുന്നു. കരളുണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള കോശത്തിൽ മറ്റു അവയവങ്ങളെല്ലാം ഉണ്ടാകാൻ ആവശ്യമായ നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ആ നിർദ്ദേശങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയും കരളുണ്ടാകാൻ ആവശ്യമായ നിർദ്ദേശം മാത്രം ഉണർന്നിരിക്കുന്നത് കൊണ്ട് അത് കരളായിത്തീരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ ആരാണ് നൽകിയിട്ടുള്ളത്? നിരീശ്വരവാദികൾ പറയും അത് യാദൃശ്ചികമായി ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ്. നിങ്ങളുടെ അടുത്ത് വന്നൊരു നിരീശ്വരവാദി അങ്ങനെ പറയുകയാണ് എങ്കിൽ കയ്യിലുള്ള പേന എടുത്തു കൊടുത്തിട്ട് പറയുക, ഒരു പൈതലിന്റെ കയ്യിൽ ആ പേന കൊടുത്തിട്ട് കടലാസിലൊന്ന് കുത്തി വരക്കാൻ പറയൂ. യാതൊരു പരിശീലനവും ലഭിക്കാതെ ആ കുട്ടി എത്ര നാൾ കടലാസിൽ കുത്തിവരച്ചാലും യാദൃശ്ചികമായി വാക്കുകളാകില്ല, വാക്കുകൾ കൂടിയ വാചകങ്ങളാകില്ല, വാചകങ്ങൾ കൂടിയ ആശയങ്ങളാകില്ല, ആശയങ്ങൾ കൂടിയ കഥയാകില്ല, കവിതയാകില്ല, പ്രബന്ധമാകില്ല. ഒരു കവി കവിത എഴുതുന്നതിന് മുൻപ് കവിയുടെ മനസ്സിൽ ഭാവനയുണ്ടാകും. അത് കടലാസിൽ കുത്തിക്കുറിക്കുമ്പോഴാണ് അത് കവിതയാകുന്നത്. ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയില്ലേ, ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതൻ ഓർമ്മയിൽ പാദപക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ. ഒരു കുട്ടി യാദൃശ്ചികമായിട്ടൊരു കടലാസ് എടുത്ത് കുത്തിക്കുറിച്ചാൽ ഈ കവിതയുണ്ടാകുമോ? ഇതൊരു നിസ്സാരമായ കാര്യങ്ങളുടെ വിഷയത്തിലാണ് എങ്കിൽ അതിസങ്കീർണങ്ങളായ മനുഷ്യ ശരീരങ്ങൾ, ജീവജാലങ്ങളുടെ ശരീരങ്ങൾ, അതുപോലെ പ്രപഞ്ചവും പ്രകൃതി പ്രതിഭാസങ്ങളും യാദൃശ്ചികമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുവാൻ സാധിക്കുമോ? കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പർവ്വതങ്ങളിൽ മഴ പെയ്തിട്ട് എന്തുകൊണ്ടാണ് മൈക്കൽ ആഞ്ചലോ കൊത്തിവെച്ചതുപോലെ ഒരു പ്രതിമയുണ്ടായിട്ടില്ല? എത്ര നാൾ ഒരു കുരങ്ങൻ ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ കയറി അടിച്ചാലും യാദൃശ്ചികമായിട്ടൊരു കാളിദാസ കൃതി ഉണ്ടാകില്ല. ഒരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ യാദൃശ്ചികമായിട്ടൊരു ഷേക്സ്പിയറിന്റെ കൃതി ഉണ്ടാകില്ല. ഇരുമ്പും തുരുമ്പും കിടക്കുന്ന തുറസായ പ്രദേശത്തിലൂടെ ഇടിമിന്നലും കൊടുങ്കാറ്റും കടന്നുപോയാൽ യാദൃശ്ചികമായിട്ടൊരു പ്ലെയിൻ ഉണ്ടാകില്ല. എന്നിട്ടും നിരീശ്വരവാദികൾ പറയുന്നത് ഒരു സ്ഫോടനം നടന്നപ്പോൾ ജീവന്റെ തുടിപ്പായിട്ട് ലെമനോ ആസിഡ് ഉണ്ടായി, പിന്നീട് പ്രോട്ടീൻ മോളിക്യൂളുകൾ ഉണ്ടായി, പിന്നെ അവ കൂടി കോശങ്ങളുണ്ടായി, ബഹുകോശ ജീവികളുണ്ടായി, അവസാനം മനുഷ്യനിലെത്തി എന്നതാണ്. ഇവിടെയാണ് ഖുർആൻ നേരത്തെ പറഞ്ഞില്ലേ, 30-ാം അധ്യായത്തിൽ 27-ാം വചനം ഖുർആൻ ഉണർത്തുന്നില്ലേ, ആദ്യമായിട്ട് നാമാണ് സൃഷ്ടിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവും വേണ്ട. യാദൃശ്ചികമായിട്ട് ജീവൻ ഉണ്ടാവുകയില്ല. ഇന്ന് നാം ക്ലോണിങ്ങിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ക്ലോണിങ്ങിലൂടെ ശാസ്ത്രജ്ഞർ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നില്ല, ജനിപ്പിക്കുന്നു. ഈ മരത്തിന്റെ സ്റ്റാൻഡ് ഒരാശാരി ഉണ്ടാക്കിയാൽ ആശാരി ഈ സ്റ്റാൻഡ് സൃഷ്ടിച്ചെന്ന് പറയില്ല, ഉണ്ടാക്കിയെന്നേ പറയുകയുള്ളൂ. കാരണം ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ മരം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ജീവിയുടെ ശരീരത്തിലുള്ള കോടിക്കണക്കിന് കോശങ്ങളിലെ ഒരു കോശത്തിന്റെ ന്യൂക്ലിയസ് എടുത്ത് അതിന്റെ ഇണയുടെ അണ്ഡത്തിൽ നിന്നുള്ള ന്യൂക്ലിയസ് കളഞ്ഞ് അതിൽ നിക്ഷേപിച്ച് സിക്താണ്ഡമുണ്ടാക്കി മറ്റൊരു ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞർ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു, സൃഷ്ടിക്കുന്നില്ല. പക്ഷെ ക്ലോണിങ്ങിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയുവാൻ ഒരു കാരണമുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയൊരു മനുഷ്യന്റെ തലമുടിയുടെ
ഒരു അംശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ക്ലോണിങ്ങിലൂടെ അതുപോലൊരു രൂപം ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ, കാരണം അങ്ങനെ ഉണ്ടാക്കുന്ന മനുഷ്യന്റെ രൂപത്തിൽ സാദൃശ്യമുണ്ടാകാം, പക്ഷെ അത് വ്യത്യസ്ത വ്യക്തിയാണ്, അത് മറ്റൊരു കാര്യം. പക്ഷെ ഇത് മനുഷ്യന് സാധിക്കുവാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവിന് ഇത് സാധിക്കില്ല എന്ന് എങ്ങനെയാണ് പറയുവാൻ സാധിക്കുന്നത്? ചുരുക്കത്തിൽ മരണമൊരു യാഥാർത്ഥ്യമാണെന്നതുപോലെ, ലോകാവസാനം ഒരു യാഥാർത്ഥ്യമാണെന്നതുപോലെ, ഖബറുകളിൽ മണ്ണായി തീർന്ന മനുഷ്യനെ വീണ്ടും അള്ളാഹുവിന് സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സൗരയുധ വ്യവസ്ഥയിലെ വിശാലമായ ശ്മശാനത്തിൽ സകലമാന സൗഭാഗ്യങ്ങളോടും നിർഭാഗ്യങ്ങളോടും കൂടി എന്നേക്കുമായി അവസാനിക്കുന്നതാണ് മനുഷ്യ ജീവിതമെന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ, സമകാലിക ലോകത്തിനപ്പുറത്ത് പ്രവിശാലമായ ഒരു ലോകമുണ്ടെന്നും മനുഷ്യന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്ന പ്രവിശാലമായ ലോകത്തിലേക്കുള്ള യാത്ര മാത്രമാണ് മരണമെന്നും ജീവിതത്തിന്റെ പരിസമാപ്തിയല്ല എന്നും ഈശ്വര വിശ്വാസികൾ പറയുന്നു. മരണസമയത്ത് മനുഷ്യനിൽ നിന്നും പുറത്തു പോകുന്ന ആത്മാവിനെ ആരും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ആത്മാവില്ല എന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവനുണ്ടായിട്ടുള്ള ചിന്തകൾ, തോട്ട്സ് ആരും കണ്ടിട്ടില്ല, തൊട്ടുനോക്കിയിട്ടില്ല. ചിന്ത ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആത്മാവും ഒരു യാഥാർത്ഥ്യമാണെന്ന് ഈശ്വര വിശ്വാസികൾ പറയുന്നു. മരണത്തോടെ അവസാനിക്കുന്നതാണ് ജീവിതമെന്ന് നിരീശ്വരവാദികൾ വാദിക്കുമ്പോൾ, ആറ്റം പരമാണു നശിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്നത്. അതുപോലെ മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതെന്ന് ഈശ്വര വിശ്വാസികൾ പറയുന്നു. ഇഹലോകം പരലോകം എന്നിങ്ങനെ രണ്ടില്ല എന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ, പോസിറ്റീവ് നെഗറ്റീവ്, ഇലക്ട്രോൺ പ്രോട്ടോൺ, ഡേ നൈറ്റ്, മെയിൽ ഫീമെയിൽ എന്നതുപോലെ തന്നെ ഇഹലോകത്തിന് ബദലായി ഒരു പരലോകമുണ്ടെന്ന് ഈശ്വര വിശ്വാസികൾ പറയുന്നു. മരണാനന്തരം നമുക്ക് വേദന അനുഭവപ്പെടുകയോ ആഹ്ലാദം അനുഭവപ്പെടുകയോ ചെയ്യുകയില്ല എന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ, മരണവുമായി അഭേദ്യ ബന്ധമുള്ള ഉറക്കത്തിൽ, സ്വപ്നത്തിലൂടെ നമുക്ക് വേദന അനുഭവപ്പെടാറില്ലേ? ആഹ്ലാദം അനുഭവപ്പെടാറില്ലേ? അനുഭൂതി അനുഭവപ്പെടാറില്ലേ? ഇത് തന്നെയാണ് പരലോക വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് ഈശ്വര വിശ്വാസികൾ പറയുന്നു. നാവുകൊണ്ട് നാം രുചിക്കുന്നു, കണ്ണുകൊണ്ട് നാം കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, ത്വക്കുകൊണ്ട് സ്പർശനം അറിയുന്നു. എന്തെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അപ്പോൾ നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് നൽകിയിട്ടുണ്ട് എങ്കിൽ നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകത്തെ ഒരിക്കലും നമുക്ക് നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്, ഒരു വ്യക്തിയെ കൊന്നാൽ അയാളെ തൂക്കിക്കൊല്ലാം. 10,000-കണക്കിന് ആളുകളെ കൊന്ന ബുഷിനെയും ബ്ലെയറിനെയും അതിനനുസൃതമായിട്ട് അവർ ചെയ്ത കൊടും ക്രൂരതകൾക്ക് അനുസൃതമായ ശിക്ഷ നൽകുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഈ ലോകത്ത്? പരലോകത്ത് സ്രഷ്ടാവിനല്ലാതെ? നിങ്ങളുടെ മനസ്സുകളെ ഞാൻ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ നൊമ്പരത്തിന്റെ ആഴങ്ങൾ അളന്നുകൊണ്ട് അതിനനുസൃതമായ ഒരു ശിക്ഷ എനിക്ക് നൽകുവാൻ ഏതെങ്കിലും ഭരണകൂടങ്ങൾക്ക് സാധിക്കുമോ? വ്യക്തികൾക്ക് സാധിക്കുമോ? ന്യായാധിപന്മാർക്ക് സാധിക്കുമോ? സ്രഷ്ടാവിനല്ലാതെ? അതുകൊണ്ട് പരലോകവും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്രയും യാഥാർത്ഥ്യങ്ങളാണ് എങ്കിൽ ഈ ലോകത്തിനും ഈ ജീവിതത്തിനും ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? അതും നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായത്തിലെ 115-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ വ്രത കളിതമാശക്ക് സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടില്ലെന്നും തെറ്റിദ്ധരിക്കുന്നുവോ? വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മിലേക്ക് മടക്കപ്പെടുമെന്ന് അല്ലാഹു വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ആ ഉദ്ദേശ ലക്ഷ്യം